ലോകത്തെ മുഴുവനും ഒരുപോലെ അത്ഭുതപ്പെടുത്തിയ ഒന്നായിരുന്നു ഗെയിം ഓഫ് ത്രോൺസിലുള്ളതും അതുപോലെ തന്നെ 10,000 വർഷങ്ങൾക്ക് മുമ്പേ വംശനാശം സംഭവിച്ചതുമായ ഡയർവുൾഫ് എന്ന ഇനം ചെന്നായ്ക്കളെ ജനറ്റിക്കൽ എഞ്ചിനീയറിംഗ് വഴി പുനർജനിപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ മാമത്തുകളെയും ഡൈനോസറുകളെയും അങ്ങനെ ഒരുപാട് വംശനാശം സംഭവിച്ച ജീവികളെ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തന്നെ തിരിച്ചു കൊണ്ടുവരാൻ പോവുകയാണ്. എങ്കിൽ എങ്ങനെയായിരിക്കും അത് സംഭവിക്കുക? അതോടൊപ്പം തന്നെ ഈ പുതിയ ഡയർവുൾഫ് ഒറിജിനൽ തന്നെയാണോ, അതോ അവർ നമ്മളെ പറ്റിക്കുകയായിരുന്നോ? സോ ഇന്ന് ക്രേസി പീഡിയ നിങ്ങളെ കൊണ്ടുപോകുന്നത് ഡി എക്സ്റ്റൻഷൻ ചെയ്ത ഡയർവുൾഫിനെ കുറിച്ചും അതോടൊപ്പം തന്നെ അടുത്തതായി ശാസ്ത്രലോകം തിരിച്ചു കൊണ്ടുവരാൻ പോകുന്ന ജീവികളെക്കുറിച്ചുമുള്ള ചെറിയൊരു ഐഡിയ തരാനാണ്. സോ നമുക്ക് ഒട്ടും വൈകിക്കാതെ തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം തന്നെ ഡയർവുൾഫിനെ തിരിച്ചു കൊണ്ടുവന്നതിൻ്റെ മെത്തേഡ് നമുക്ക് നോക്കാം. ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ജീവികളിൽ ഡയർവുൾഫിനോട് ഏറ്റവും കൂടുതൽ സമാനതയുള്ള ജീവികളാണ് ഗ്രേ വുൾഫ്. ഇവരുടെ DNA പണ്ട് ജീവിച്ചിരുന്ന ഡയർവുൾഫിൻ്റെ DNAക്ക് വ്യത്യാസം എന്നത് വെറും 14 DNA മാത്രമാണ്. DNA ആണ് ഒരു ജീവിയുടെ ശാരീരിക ഘടന തീരുമാനിക്കുന്നത്. കാണാൻ ഒരുപോലെയുള്ള ജീവികളുടെ DNAകളിലും ഏകദേശം വ്യത്യാസം കുറവായിരിക്കും. സാധാരണ വംശനാശം സംഭവിച്ച ജീവികളുടെ DNA എടുക്കുന്നത് ഐസിൽ നിന്നോ പെർമഫ്രോസ്റ്റ് എന്ന ഇനം തണുത്തുറഞ്ഞ മണ്ണിൽ നിന്നുമാണ്. എന്നാൽ ഡയർവുൾഫിൻ്റെ DNA കിട്ടിയത് അവിടെ നിന്നായിരുന്നില്ല. അതിനാൽ തന്നെ വളരെ ക്വാളിറ്റി കുറഞ്ഞ രീതിയിലുള്ള ജീനുകളാണ് ഇപ്പോൾ പുതുതായി ഡയർവുൾഫിനെ ഉണ്ടാക്കിയ കമ്പനിയായ കൊളോസൽ ബയോസയൻസിൻ്റെ കയ്യിലുള്ളത്. ഡയർവുൾഫിൻ്റെ ഭാഗികമായ ആ DNA ഗ്രേ വുൾഫിൻ്റെ DNA വെച്ച് എഡിറ്റ് ചെയ്താണ് പുതിയ ഡയർവുൾഫിനെ നിർമ്മിച്ചിരിക്കുന്നത്. ശേഷം ഒരു ഗ്രേ വുൾഫിൻ്റെ അണ്ടമെടുത്ത് അതിൽ നിന്നും ഗ്രേ വുൾഫിൻ്റെ DNA പൂർണ്ണമായും നീക്കം ചെയ്തതിന് ശേഷം അതിൽ പുതുതായി ഉണ്ടാക്കിയ ഡയർവുൾഫിൻ്റെ DNA ഇൻസേർട്ട് ചെയ്യുകയായിരുന്നു. പിന്നീട് ആ അണ്ടത്തെ ഒരു ഫീമെയിൽ ഡോഗിൽ നിക്ഷേപിക്കുകയും ആ ഡോഗിൽ നിന്നും ഗർഭകാലത്തിന് ശേഷം അതൊരു ഡയർവുൾഫായി തിരിച്ചു വരികയുമായിരുന്നു ചെയ്തത്. ഇങ്ങനെ 2 ആൺ ഡയർവുൾഫും ഒരു പെൺ ഡയർവുൾഫും ജനിക്കുകയായിരുന്നു. എന്നാൽ ഇത് പൂർണ്ണമായും ഡയർവുൾഫ് അല്ല എന്നതിൽ നമുക്ക് ഉറപ്പിക്കാം. ഇതേ കൺസെപ്റ്റാണ് ജുറാസിക് പാർക്ക് എന്ന സിനിമയിലും നമുക്ക് കാണാൻ സാധിച്ചത്. എന്നാൽ റിയൽ ലൈഫിൽ ഡൈനോസേഴ്സിൻ്റെ കേടുകൂടാത്ത DNA ഇന്നേ വരെ ലഭിക്കാത്തതിനാൽ ഡൈനോസേഴ്സ് ഈ അടുത്തായിട്ടൊന്നും ശാസ്ത്രലോകം തിരിച്ചു കൊണ്ടുവരികയില്ല. എന്നാൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഐസേജ് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വൂളി മാമത്തുകൾ എന്ന പ്രത്യേകതരം ജീവികളുടെ ഫൈനായിട്ടുള്ള DNA ഇന്ന് ലഭ്യമാണ്. കാരണം ഇവർ ഐസേജ് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നതിനാൽ തന്നെ ഇവരുടെ DNA ഐസിൽ സുരക്ഷിതമായിരുന്നു. എന്നാൽ മറിച്ച് ഡൈനോസേഴ്സിൻ്റെ DNA ഇവരുടെ അത്ര സേഫ് ആയിരുന്നില്ല. ചുരുങ്ങിയത് ഒരു 3 വർഷത്തിനുള്ളിൽ തന്നെ കൊളോസൽ ബയോസയൻസ് എന്ന കമ്പനി മാമത്തുകളെ തിരിച്ചു കൊണ്ടുവരും, അതായത് 2028 തന്നെ തിരിച്ചു കൊണ്ടുവരുമെന്നതാണ് കമ്പനി ഉന്നയിക്കുന്ന വാദം. ഇത് മാത്രമല്ല, ഇതുപോലെ ഒരുപാട് ജീവികളെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരുക്കത്തിലാണ് ശാസ്ത്രലോകം. മാമത്തുകളെയൊക്കെ കൊണ്ടുവന്നാൽ, അതും കേരളത്തിൽ കൊണ്ടുവന്നാൽ ഏത് പുരത്തിനും ഇറക്കാം എന്ന ആശ ഇപ്പോൾ വേണ്ട. കാരണം മാമത്തുകൾ ഐസുള്ള മേഖലയിൽ ജീവിച്ചവരായിരുന്നു. അതിനാൽ തന്നെ അവരുടെ ശരീരം എന്നത് കട്ടിയുള്ള തോലും രോമങ്ങളാലും നിറഞ്ഞതായിരുന്നു. കൂടുതലും ഐസുള്ള മേഖലയായിരിക്കും ഇതിന് കൂടുതൽ താമസയോഗ്യം. ഇവരെ കൊണ്ടുവരുന്നത് ഭൂമിയുടെ ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കാൻ കഴിയുമെന്നും ഒരു കൂട്ടം ആളുകൾ പറയുന്നു. മാമത്തുകൾ ജീവിച്ചിരുന്ന കൊടും തണുപ്പും വരണ്ടതുമായിട്ടുള്ള മാമത്ത് സ്റ്റെപ്പ് എന്ന ഭൂപ്രദേശങ്ങളുടെ തിരിച്ചുവരവ് മാമത്തുകളുടെ തിരിച്ചുവരവിലൂടെ സംഭവിക്കുമെന്ന് ഒരു കൂട്ടം ആളുകൾ പറയുന്നു. സോ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ.